UDF അസോസിയേറ്റ് അംഗമാക്കിയതിനു പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത് കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണമെന്നാണ് UDF പ്രവർത്തകരുടെ ആവശ്യം. മുന്നണിയിൽ വരുമ്പോൾ സംയമനം പാലിക്കണമെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ PV അൻവറിന് മുന്നറിയിപ്പുമായി എത്തി. ബേപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തും പാർക്കിനോട് ചേർന്നും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന അൻവറിനെ റിയാസിനെതിരെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചാൽ ഒരു ട്രെൻഡ് ഉണ്ടാകും, വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. UDF ശക്തമായി അദ്ദേഹം നിൽക്കാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. എന്തായാലും അൻവർ PV അൻവർ ബേപ്പൂരിലേക്ക് വരണം, മത്സരിക്കണം. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതേസമയം അൻവർ അതിരു കടക്കരുത് എന്ന മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പാർട്ടിക്ക് വിരുദ്ധമായി അൻവർ സംസാരിക്കരുതെന്നും UDFനെ വഴിയമ്പലമായി കാണരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. UDF പറഞ്ഞാൽ ഏത് മണ്ഡലത്തിലും മത്സരിക്കും എന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.